രാമ പാഹി മാം. രാവണ വിചേഷ്ടിതങ്ങളങ്ങറിഞ്ഞു കൊണ്ടുടൻ രാവണവധത്തിനായിരുന്ന രാമ പാഹി മാം. അഭയമോട് വന്നിരന്ന ഭക്തനാം വിഭീഷണൻ അപ്പോഴേ മുടി കൊടുത്ത രാമ രാമ പാഹി മാം. ലങ്കയിൽ കടപ്പതിന് ലവണമാകും അബ്ധിയെ ലക്ഷ്യമായി ശരം തൊടുത്ത രാമ രാമ പാഹി മാം. രാമ 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 പാഹി മാം. രാമപാദം ചരണേ മുകുന്ദ രാമ പാഹി മാം. ഓം ശ്രീരാമദേവായ നമഃ. വിച്ഛിന്നാഭിഷേകം. രാത്രിയാം രാക്ഷസി പോകുന്നതില്ല എന്ന് ചേർത്ത വിഷാദമോട് അവൾ സുഖ്യമുൾക്കൊണ്ടു മാർത്താണ്ഡദേവനെ കാണാൻ നോക്കിയും പാർത്ഥാനന്ദപൂർണാമൃതാബ്ധിയിൽ വീണു മുഴുകിയും പിന്നെയും പൊങ്ങിയും വാണിടിനാർ പുരവാസികൾ ആദരാൽ. അന്നേരം ആദിത്യനുദിച്ചുദിച്ചിടിനാൻ മന്നവൻ വള്ളിക്കുറിപ്പുണർന്നീടയുണർന്നീലായിരുന്നു. എന്തൊരു മൂലം അതിനെന്ന മാനസേ ചിന്തിച്ചു മന്ദം മന്ദം തഥാ മന്ത്രിപ്രവരനാകുന്ന സുമന്ത്രരും അന്തഃപുരമാമ്പുക്കാൻ അതിദ്രുതം രാജീവമിത്രഗോത്രാത്ഭുതഭൂപതേ രാജരാജേന്ദ്ര പ്രവരാ ജയ ജയ. യുദ്ധം നൃപനെ സ്തുതിച്ചു നമസ്കരിച്ചു ഉത്ഥാനം ചെയ്തു നിത്യ നിന്നപ്പോൾ എത്രയും ഖിന്നയായി കണ്ണുനീരും വാർത്ത് പൃഥ്വിയിൽ തന്നെ കിടക്കും ഹരി. എത്രയും ഖിന്നനായി കണ്ണുനീരും വാർത്തു പൃഥ്വിയിൽ തന്നെ കിടക്കും നരേന്ദ്രനെ ചിത്താകുലതയാ കൊണ്ട് സുമന്ത്രരും സത്വരം കൈകേയി തന്നോട് ചോദിച്ചാൻ. ദേവതാരി സമേ രാജപ്രിയതമേ ദേവി കൈകേയി ജയ ജയ സന്തതം. ഭൂലോകപാല പ്രകൃതി പകരുവാൻ മൂലമെന്തൊന്നു മഹാരാജവല്ലഭേ ചൊല്ലുകെന്നോടെന്ന് കേട്ടു കൈകേയും ചൊല്ലിന സുമന്ത്രരോടന്നേരം. രാത്രി പതേന്ദ്രന് നിദ്രയുണ്ടായില്ല. രാത്രിയിലെന്നത് കാരണമാകയാൽ സ്വസ്ഥനല്ലാതെ ചമഞ്ഞിത് തന്നോട് ചിത്തത്തിൻ അസ്വതന്ത്രത്വം ഭവിക്കയാൽ. രാമേതി ജപിക്കുകയും രാമനെ തന്നെ മനസ്സിൽ ചിന്തിക്കുകയും ബുദ്ധിൽ പ്രജാഗിരസേവയും ചെയ്യാൽ അത്യന്തം ആകുലനായത് മന്നൻ രാമനെ കാണാൻ ദുഃഖം നൃപേന്ദ്രന്. രാമനെ ചെന്ന് വരുത്തുക വൈകാതെ എന്നത് കേട്ട് സുമന്ത്രൻ ചൊല്ലിനാൻ. ചെന്നു കുമാരനെ കൊണ്ടുവരാമെല്ലാം രാജവചനം അനാകർണ്യജ്ഞാനിഹ രാജീവലോചനേ പോകുന്നതെങ്ങനെ എന്നത് കേട്ട ഭൂപാലനും ചൊല്ലിനാൻ. ചെന്നു നീ തന്നെ വരുത്തുക രാമനെ. സുന്ദരനായൊരു രാമകുമാരനാം നന്ദനന്ദൻ മുഖം വൈകാതെ കാണണം എന്നത് കേട്ട സുമന്ത്രരുടറിപ്പോയി ചെന്നു കൗസല്യാസുതനോട് ചൊല്ലിനാൻ. താതൻ ഭവാനിയുണ്ടല്ലോ വിളിക്കുന്നു സാദരം വൈകാതെ എഴുന്നള്ളുകവേണം. മന്ത്രിപ്രവാക്യം കേട്ട് രാഹാൻ മന്ദിരവർക്ക് അന്യോടുകൂടെ സൗമിത്രിയോടും കരേറി രഥോപരി പ്രേമവിവശനാം താതന്മാരും മന്ദിരേറ്റെന്ന് പിതാവിൻ പദദ്വയം വന്നിച്ചു വീണു നമസ്കരിച്ചിടിനാൻ.
രാമനെ ചെന്നെടുത്താലിംഗനം ചെയ്യുവാൻ ഭൂമി പണ്ണാശു സമുദായ സംഭ്രമാൽ ബഹുക്കൾ നീട്ടി നേരത്ത് ദുഃഖേന മോഹിച്ച് ഭൂമിയിൽ വീണത് ഭുവൻ. രാമരാമേരി പറഞ്ഞു മോഹിച്ചൊരു ഭൂമിവനെ കണ്ട് വേഗേന രാമൻ താതനെ ചെന്നെടുത്ത ശ്ലേഷവും ചെയ്ത് സാധനം തൻ്റെ മടിയിൽ കിടത്തിനാൻ. നാരീജനങ്ങൾ അത് കണ്ടനന്തരം ആരുടെ ശോകൾ വിലാപം തുടങ്ങിയാർ. രോദനം കേട്ടു വസിഷ്ഠമുരേന്ദ്രനും ഖേദന മന്ദിരമുക്കിത് സത്തതും ശ്രീരാമദേവൻ ചോദിച്ചു അന്നേരം കാരണമെന്തൊന്നു തലദുഃഖത്തിന്. നേരെ പറഞ്ഞറിഞ്ഞു വരുന്നത് അത് നേരം പറഞ്ഞത് കേകയപുത്രിയും. കാരണം താതദുഃഖത്തിന് നീ തന്നെ പാരിൽ സുഖദുഃഖമോളമല്ലോ പ്രണാം ചേതസി നീ നിരൂപിക്ക എഴുതി താതന് ദുഃഖ നിവൃത്തി വരുത്തുവാൻ ഭർത്തൃദുഃഖാവശാന്തിക്ക് ഗഞ്ചിത്വയാ കർത്തവ്യമായി കർമ്മമെന്നായി വരും. സത്യവാദി ശ്രേഷ്ഠനായി പിതാവിനെ സത്യപ്രതിജ്ഞനാക്കിയിടുക നീ. അത് ചിത്തഹിതം ദ്രൗപദീന്ദ്രനു നിർണയം. പുത്രരിൽ ജ്യേഷ്ഠനാകുന്നത് നീയല്ല. രണ്ടു വരം മമ ദത്തമായിട്ടുണ്ട് പണ്ട്. നിന്താതനാൽ സന്തുഷ്ടരസ നിന്നാലേ സാധ്യമായി ഉള്ളം അത് രണ്ടും ഇന്ന് തരയണം നർത്തിക്കുകയും ചെയ്തേ. നിന്നാടത് പറഞ്ഞിടുവാൻ നാണിച്ചു ദുഃഖിതൻ ഖിന്നനായി വന്നിരുത്താതൻ അറിക നീ സത്യപാശേന സംബദ്ധനാം താതന് സത്വരം രക്ഷിപ്പതിന് അയോഗ്യൻ ഭവാൻ. പൊന്നാമമാകും നരകത്തിൽ നിന്നുടൻ തന്നുടെ താതനെ ത്രാണനം ചെയ്യാൻ പുത്രൻ എന്നുള്ള ശബ്ദം വിധിച്ചു. ശതപത്ര സമദ്ഭവം എന്നതറിയ നീ മാതൃവചനശൂരാഭിഹതനായ മേദിനി ബാലവും മരണം രാമനും എത്രയും ഏറ്റവും വ്യഥിതനായി ചൊല്ലിനാൻ. ഇത്രയെല്ലാം പറയണമോ മാതാവേ? താതാർത്ഥമായിട്ട് ജീവനെ തന്നെയും മാതാവ് തന്നെയും സീതയെ തന്നെയും ഞാൻ ഉപേക്ഷിപ്പൻ, അതിനുള്ള സംശയം. മനസ്സേ ഖേദമതില്ലെനിക്കേതും. രാജ്യമെന്നാകിലും താരം നിയോഗിക്കൽ ത്യാജ്യമെന്നാളെന്നറിയനേ മാതാവേ. ലക്ഷ്മണൻ തന്നെ തിരിക്കുന്ന ചൊല്ലിലും തർഷണം ഞാൻ ഉപേക്ഷിപ്പൻ അറിയ നീ. പാപഗന്ധങ്ങൾ പതിക്കണമെങ്കിലും ഏവം വിഷം കുടിക്കണമെന്നാകിലും താളം നിയോഗിക്കലേത് എരുമേ അസംശയം ഛേദസിച്ചിട്ടില്ലെനിക്കെന്നറിയ നീ. താതകാര്യം അനാജ്ഞത്വമെന്നാകിലും മോദേന ചെയ്യുന്ന നന്ദനൻ ഉത്തമൻ. പിത്രാനിയുക്തനായിട്ട് ചെയ്യുന്ന മധ്യമനായുള്ള പുത്രൻ അറിഞ്ഞാലും ഉത്തമെന്നാകിലും ഈ കാര്യം എന്നാലേ കർത്തവ്യമല്ല എന്ന് വെച്ച മടങ്ങുന്നു. പിത്രോന്മലം എന്ന് ചൊല്ലുന്നു സജ്ജനം. ഇത്തമല്ല പരിജ്ഞാതം പരിജ്ഞാതം മയാധുന. ആകയാൾ താതൻ നിയോഗാനുഷ്ഠിപ്പാൻ ആകുലമെനിക്കില്ല നിർണയം. സത്യം കരോമ്യഹം സത്യം മയോക്തം മറിച്ചുണ്ടാ രണ്ടായി വരാം. രാമപ്രതിജ്ഞ കേട്ടൊരു കൈകയും രാമനോടാശു ചൊല്ലിടിനാൽ ആദരാൽ താരൻ നിനക്ക് അഭിഷേകാർത്ഥമായുടൻ ആദരാൽ സംഭരിച്ചൊരു സംഭാരങ്ങൾ കൊണ്ട് അഭിഷേകം ഭരതന് ചെയ്യണം. രണ്ടാം വരം പിന്നെ ഒന്നുണ്ട് വീണ്ടുന്നു. നീ 14 സംവത്സരം കണനെ താപസ്വവേഷേന വാഴുകയും വേണം. നിന്നോടത് നിയോഗിപ്പാൻ മടിയുണ്ട് മന്നവൻ, അത് ദുഃഖമാകുന്നതും എന്നതു കേട്ട് ശ്രീരാമൻ ചൊല്ലിനാൻ. ഇന്നതിനെന്തൊരു വൈഷമ്യമായത്. ചെയ്യാ അഭിഷേകം ഭരതനും ഞാനിനി വൈകാതെ പോവൻ.
വനത്തിനു മാതാവേ എന്തതെന്നോൾ ചൊല്ലാഞ്ഞു പിതാവ്. അത് ചിന്തിച്ചു ദുഃഖിപ്പതിനുണ്ട് കാരണം. രാജ്യത്തെ രക്ഷിപ്പതിന് മതി അവൻ, രാജ്യം ഉപേക്ഷിപ്പതിന് ഞാനും മതി. രണ്ടാമത്തെ രാജ്യഭാരവഹിപ്പത് ദണ്ഡകവാസത്തിനേറ്റം ഇളവല്ലോ. സ്നേഹമെന്നെ കുറിച്ചേറും അമ്മയ്ക്ക് മദ്ദേഹമാത്രം ഭരിക്കുന്ന വിധിക്ക് ഞാൻ. ആകാശകിന്റെ പാതാള ലോകത്തിലേക്കിനെ കൊണ്ടുപോയി ചെന്നാക്കി ഭഗീരഥൻ തൃപ്തി വരുത്തി പിതൃക്കൾക്കു പോലും തൃപ്തനാക്കിയിടണം. താതന് തന്നുടെ യൗവനം നൽകി ജരാതറിയും വാങ്ങി ദിവന്മാരായ പിതൃപ്രസാദത്തിനാൽ അല്പമായുള്ളൊരു കാര്യം നിരൂപിച്ചു മത്പിതാ ദുഃഖിപ്പതിനില്ല അവകാശം. രാഹാക്യമേവം കേട്ടു ഭൂപതി ശോകേ നന്ദനൻ തന്നോട് ചൊല്ലിനാൻ. ഹരിയോ.